നീന്തോടെ എന്നെ അനുകരിക്കുന്നു. അല്ല നീ ഷെയർന്നാക്കി ഞാനും കൂടെ ആക്കിയതാ. ഞാൻ ഷെയറാക്കുന്നതിന് കാരണമുണ്ട്. എന്തോന്ന്? ഒരു വിലയില്ല, 10 പൈസ. അതങ്ങനെ വില ഉണ്ടാകണമെങ്കിലേ നാട്ടുകാർക്ക് വല്ലതൊക്കെ ചെയ്തു കൊടുക്കണം, ഉപകാരം. എന്തോ എടുത്തിട്ട് കൊടുക്കാനാ? എടാ കൊടുക്കാൻ 10 പൈസ ഉണ്ട്, നിനക്ക് വരുമാനമുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടെ നാറി അവന്റെ തൊലിഞ്ഞ ഒരു മോന്തം വെച്ച് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്തോ പ്രശ്നമുണ്ടല്ലേ? ഗതി പിടിക്കുന്നില്ല. നമുക്ക് എന്തോ പ്രശ്നമുണ്ടോ? ജോത്സ്യനെ ഒന്ന് കണ്ടുവരും. ശനി അളിയാ ശനി. അല്ലല്ലേ വെള്ളിയായിരുന്നു. നിന്റെ പാട്ട് ഞാൻ കണ്ടായിരുന്നു യൂട്യൂബിനകത്ത്. മൊത്തം വെള്ളിയായിരുന്നു. ആ വെള്ളിയുടെ കാര്യമാണോ നീ പറഞ്ഞത്? കണ്ടകശനിയുടെ കാര്യമാണ് പറഞ്ഞത്. ഓ കണ്ടകശ്ശേരി, അത് കൊണ്ടേ പോകും. അതെ, എന്നെ കൊണ്ടേ പോകും, കൂടെ കൂടിപ്പിക്കില്ല. എടാ പരട്ട് ശശിയണ്ണം വരുന്നടാ. അയാളുടെ എന്തെങ്കിലും പേട്ട് ഐഡിയ കിടും. അയാളെന്തോന്ന് പാൻറ് ഉടുപ്പൊക്കെ ഇട്ടോണ്ടിരുന്നത്? അങ്ങനെ കയറി സെറ്റപ്പ് ആയല്ലേ? എന്ത് നമ്മളെ കാണിക്കാൻ, നമ്മളെ മുന്നിൽ ചാടാൻ കാണിക്കാൻ അല്ല. എന്ത് വലിയ വെയിറ്റ് ഉണ്ട് അയാളെ ഐഡിയ ഒക്കെ കാണും, നോക്കിയിരുന്നാ കൊള്ളാം. വരട്ടെ. ഞാൻ ശശിയണ്ണ വാണ. ഇനി അങ്ങാരെ കൂടെ വിളിച്ച് കയറ്റാത്തതിൻ്റെ കുറവേ ഉള്ളൂ. വരട്ടാ, വല്ല ഐഡിയ കിട്ടും. പിള്ളേർക്ക് ഇരിക്കാനുള്ള ഊഞ്ഞാലി കിടന്ന് ആടി കിളവന്മാരെ അത് പൊട്ടിച്ചിടുവോ? പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ടത് എന്തുകൊണ്ടാണ് പുതിയ പാൻറ് ഉടുപ്പൊക്കെ ഇട്ടുണ്ട്? നിങ്ങളെ പോലാണോ? നാട് ഓടുമ്പോൾ നടുവേ ഓടണം, മനസ്സിലായില്ലേ? നമ്മൾ ടൗണിൽ വരെ പോകണമായിരുന്നു, ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ ഞാൻ പറഞ്ഞില്ലേ, ഇയാള് കൊണ്ടുവരുന്ന ഒരു കല്യാണം നടക്കത്തുമില്ല. നാട്ടുകാരുടെ കല്യാണത്തിന് മൊത്തം പോയി ചെയ്യും. കണ്ടാലേ അറിയും. ശശിയണ്ണ വേണ, ഒരു കാര്യമുണ്ട്. ശശിയണ്ണ, സമൂഹത്തിലൊരു നിലയും വിലയും വേണം, വൈറലാവണം. വയറ്റിലാക്കിയ എങ്ങനെയാടാ സമൂഹത്തിൽ നിലവിലെ കിട്ടുന്നത്? പറഞ്ഞ കിളവ് ഇയാൾക്ക് ഈ ഒരു ചിന്തയുള്ളൂ. ഇയാളെ കൂടെ നമുക്ക് അടി കിട്ടും. എന്നാ വയറ്റിലാക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് വയറിലാകുന്ന രക്ഷപ്പെടണം, സാമ്പത്തികം ഉണ്ടാകും. യൂട്യൂബിലും ഫേസ്ബുക്കിലും വൈറലാവണം. അപ്പൊ സമൂഹത്തിൽ നിലയും വിലയും കിട്ടും. വല്ല ഐഡിയ അതിനൊരു ഐഡിയ പറയണ. ചാരിറ്റി ചെയ്യണം. പച്ചവെള്ളം കുടിക്കാൻ പൈസ ഇല്ല, എന്തോടത്തിട്ട് ചാരിറ്റി ചെയ്യും? വല്ല പൈസ പോകാത്ത എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം, ചുളുവിന് കിട്ടുന്നത്. എടാ അതിന് വേറെങ്കിലും പോകണ്ട. ഈ വഴിവക്കിലൊക്കെ ഇരിക്കുന്ന പാവങ്ങളില്ലേ, അവർക്ക് കച്ചവടമൊന്നും ഇല്ല വലുതായിട്ട്. അപ്പൊ അത്തരം ചെറിയ കച്ചവടക്കാരെ നമ്മളങ്ങ് സഹായിക്കണം. സഹായിക്കാൻ പറ്റുമോ? എടാ സഹായിച്ചിട്ട് എന്താണെന്ന് അറിയോ? സഹായിക്കുന്നു, യൂട്യൂബിൽ പിടിക്കുന്നു, സഹായിക്കുന്നു, വീഡിയോയിൽ പിടിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? യൂട്യൂബിൽ ഇടുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നു. അപ്പം നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടുന്നു. റീച്ച് കിട്ടിയാൽ അറിയാമല്ലേ, ഭയങ്കര വരുമാനം. അതിന് വീട്ടിൽ ഇരുന്നാൽ മതി. വരുമാനം, ആരാധകർ, നിങ്ങൾ ആരാ? അപ്പം ശശിയണ്ണനെ മറക്കരുത്. അപ്പം ശശിയണ്ണൻ പറഞ്ഞ നല്ല ഐഡിയ. നമ്മൾ ഈ ചാരിറ്റി ചെയ്യുന്നത് വീഡിയോ പിടിക്കുന്നു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കുന്നു, വരുമാനം ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു. നല്ല ഐഡിയ. പക്ഷെ ഇതിപ്പോൾ ചാരിറ്റി ചെയ്യാൻ ഫസ്റ്റ് ആളെ സഹായിക്കാൻ പൈസ ഉണ്ടേ? അതിനോട് ഞാൻ ഒപ്പിച്ചു തരാം. പൈസ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ചിട്ടി കൊടുക്കാൻ പറ്റിയ പൈസ ഞാൻ കണ്ട്. അത് നീ കണ്ടല്ലേ? നല്ലൊരു കാര്യത്തിന് അവസാനമായിട്ട് ഞാൻ ഇത് രക്ഷപ്പെടും. ശശിയുടെ ഐഡിയ ഒന്നും നേരത്തെ ചീറ്റി പോയെങ്കിൽ ഇത് രക്ഷപ്പെടും. നല്ല ഐഡിയ. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ കച്ചവടക്കാരുണ്ടോ അവിടെ? എടാ അവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരില്ലേ, അതിൽ ആദ്യം കാണുന്ന ആരെങ്കിലും സഹായം. നിങ്ങൾ പോയി പൈസ ഒപ്പിച്ചോണ്ട് പോവാ. പിന്നെ ആ മൊബൈലിൻ്റെ കാര്യമൊക്കെ നല്ലപോലെ റെഡിയാക്കിക്കൊണ്ട് പോവാ. ഞാൻ റേഷൻ കട വരെ പോയിട്ട് അങ്ങ് എത്തും. ഓക്കെ? മുങ്ങല് വെത്തണമെന്ന് എത്തൂടെ? ആദ്യം നീ പോയി പൈസ ഒപ്പിച്ചു. ശശിനെ എത്തത്തില്ലേ? അപ്പൊ നീ ബാക്കി നമുക്ക് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് അവിടെ വരാം. ഓക്കെ. അപ്പൊ സെറ്റ് ആക്കിയാ നമുക്ക് കച്ചവടക്കാരെ കണ്ടുപിടിച്ചിട്ട് ശശിനെ വിളിച്ച് പറയാം എവിടെയാന്ന് വെച്ചാൽ അവിടെ പോയി നമുക്ക് ശരിയാ. ഇന്ന് നമ്മൾ വൈറലാവും. ഞാൻ ചാരിറ്റി ചെയ്യാൻ പോവാ. 2 കിലോ 100 സവാള, 2 കിലോ 100 തേങ്ങ, 2 കിലോ 100 വായോ 2 കിലോ 100 സവാള, 2 കിലോ 100 സവാള, 2 കിലോ 100 സവാള, 2 കിലോ. ഇത് മതി അണ്ണാ. ഈ പുള്ളിയുടെ സെറ്റ് ആക്കിയാലോ? എനിക്ക് നടക്കാൻ പറ്റും. എനിക്ക് ഇവിടെ അങ്ങ് സെറ്റാക്കാം. ശശിയാണ് ഒരു കാര്യം ചെയ്യും, മൊബൈൽ ഷൂട്ട് ചെയ്താ ഞങ്ങൾ സാധനമൊക്കെ പൈസ കൊടുത്തിട്ട് സംസാരിക്കുന്ന എല്ലാം മൊബൈലിലേക്ക് പിടിച്ചോ. എല്ലാം കിട്ടണം, റെക്കോർഡ് ചെയ്യാതെ ഇരിക്കാൻ ചെയ്യില്ല കേട്ടോ. ചേട്ടാ സവാള എങ്ങനെ കേട്ടാ? 2 കിലോ 100 രൂപ. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടമൊക്കെ മോശമാണ്. മാളും കാര്യങ്ങളൊക്കെ അതെ ഒരു ദിവസം എത്ര രൂപ കിട്ടും? 10-300 രൂപ കിട്ടും. ഇത് മൊത്തം കൂടെ എത്ര ഉണ്ട്? 10,500 രൂപയ്ക്കുണ്ട്. നീ കാര്യം ചെയ്യും. ഇത് 1500 രൂപ ഉണ്ട്, എല്ലാം കൂടെ 1500. 2000 രൂപയ്ക്ക് നമുക്ക് എടുത്താലോ? ചേട്ടാ ഞങ്ങൾ ചേട്ടൻ 2000 രൂപ ഇത് മൊത്തം ഞങ്ങൾ തരാം. ചേട്ടാ ഈ വെയിലത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണാൻ നമുക്കൊരു വിഷമല്ല. അത് കുറവാ. ചേട്ടാ ഇതിപ്പോ 1500 ചേട്ടൻ 2000 രൂപ. സന്തോഷമായല്ലേ? അപ്പൊ ഇതെല്ലാം മടക്കിക്കോ. ചേട്ടാ നന്നായിട്ട് ഒന്ന് എണീറ്റ് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഞങ്ങൾ ഇത് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഇതുപോലുള്ള പുണ്യപ്രവർത്തികൾ നമ്മൾ വഴിയോരത്തൊക്കെ ഇരുന്ന കച്ചവടം ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സഹായിക്കുക, അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാതിരിക്കുക. ചേട്ടാ ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ചാരിറ്റി ചെയ്ത് നിങ്ങൾക്കും വൈറലാവാം, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുക. ഞങ്ങൾക്ക് വൈറലാവാൻ ഉദ്ദേശമൊന്നുമില്ല അല്ലേടാ.
ഇല്ല ചാരിറ്റി ചെയ്യുക, Charity ചെയ്യുക. അത്രയേ ഉള്ളൂ. അതുള്ളൂ ഞങ്ങളുടെ. അപ്പോൾ നമസ്കാരം. ഓക്കെ. അല്ലേ വ്യൂസ് നോക്കടാ. എന്തോന്ന് വ്യൂസ്? 5 പേര് കണ്ടിട്ടുണ്ട്. 5 പേര്? ആ ഷർട്ട് ശശിയണ്ണൻ വെള്ളം കുടിക്കാൻ പോലും പൈസ ഇല്ലല്ലോ. 2000 പോവുകയും ചെയ്ത്. ഈ 5 പേര് കാണാൻ വേണ്ടിയാണ് നമ്മൾ 2000 രൂപ മുടക്കിയത്. ശശിയണ്ണൻ്റെ വിശ്വാസമായിരുന്നല്ലേ. വരട്ടെ, കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ വാങ്ങിച്ചിട്ട് വയ്യ, വിശക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതുവരെ പറ്റിച്ച പോലെ തന്നെ അടുത്ത വലിപ്പിൽ നമ്മളെ പറ്റിച്ചിട്ടാവും. ഇപ്പം അങ്ങ് വൈറലാവും, യൂട്യൂബിൽ നിന്ന് അങ്ങ് വരുമാനം ഒലിക്കും. പന്ന പരട്ടെ. എൻ്റെ 2000 രൂപ കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായല്ലേ? അതിന് വഴി ഉണ്ടാക്കാടാ. എന്തോന്ന് വഴി? ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്. ലോട്ടറി? ഇതെല്ലാവരും പറയുന്നല്ലോ ലോട്ടറി അടിച്ചാൽ ഉണ്ടാക്കാം. അതോ അയാൾ വരുന്നുണ്ട് കേട്ടോ. ഇനി വരട്ടെ. ഇനി വരട്ടെ. അവിടെ നിന്ന് എൻ്റെ പൊന്ന് ശശിയണ്ണ, നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പോയത്. നിങ്ങൾ പറഞ്ഞ വാക്ക് കേട്ടിട്ടില്ല. ഞങ്ങൾ അവൻ്റെ ഇരുന്ന പൈസ എടുത്ത് കൊടുത്ത് നമ്മൾ ആ വീഡിയോ ഉണ്ടാക്കാൻ പോയത്. 5 വ്യൂവേഴ്സ് ഇതുവരെ 2000 രൂപ കൊടുത്തിട്ട്. എന്നെ പറഞ്ഞ കാര്യമില്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഈ ലോട്ടറി എടുത്തിട്ട് അടിച്ചോ ഇല്ലേ? എന്നിട്ട് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കയ്യിൽ പൈസ പോയില്ല. ഇനി തോന്നിച്ച പണി കാണിക്കില്ല. അറിയാത്ത കാര്യമോ? എടാ, ഇതൊക്കെ ജാതകവശാൽ കുഴപ്പമാണ്. നിങ്ങൾ അത് മനസ്സിലാക്കി. ചില വീഡിയോ ഒക്കെ 2-3 ദിവസം ഒന്ന് പോവേ. അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യില്ല കേട്ടോ. കയ്യിൽ 2000 പോയിട്ട് ഇപ്പം വിഷം പിടിക്കാൻ പൈസ ഇല്ല, ഒരു വെള്ളം കുടിക്കാൻ പൈസ ഇല്ല. നിങ്ങൾക്ക് ഇപ്പം എന്തോ പൈസ ആണോ വേണ്ടത്? വിശക്കുകയും ചെയ്യുന്നു. എപ്പോഴാണ് വിശപ്പില്ലാത്തത്? ഒരു കാര്യം ചെയ്യും, ഇത് 2 പേരോട് ഷെയർ ചെയ്തെടുത്തോ. 500 രൂപ. ഇതൊന്നും മറക്കരുത്. എടേ, നമുക്കൊരു വീഡിയോ കൂടെ എടുത്താലോ? ഒന്ന് പോം. എന്നെ വായിന്ന് കേൾപ്പിക്കരുത് കേട്ടോ. ഒന്നെടുത്തന്നെ ക്ഷീണം മാറിയിട്ടില്ല. ഇയാൾ ഇത്ര തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. കുറ്റം പറഞ്ഞെങ്കിലേ യൂട്യൂബിൽ വ്യൂസ് ഒക്കെ ഒരാഴ്ച 1 മാസം കയറിക്കോളും. ഇയാൾ 500 രൂപ എടുത്ത് തരാണ്ടായിരുന്നു. ശശിയാണ് തങ്കപ്പെട്ട സ്വഭാവം. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. നമ്മൾ വിചാരിച്ചൊന്നുമല്ല. നമുക്ക് ആ ടേസ്റ്റിംഗ് ബൈപ്പാസിൽ പോട്ടെ നല്ല നൂൽ പൊറോട്ടയും ഒരു ബീഫ് കടിച്ചാൽ സുരേഷേ, എന്താണ് എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തുവാ കച്ചവടമൊന്നുമില്ല. ഈ സൂപ്പർ മാർക്കറ്റ് മാളൊക്കെ വന്ന ശേഷം ഈ വഴിയോര കച്ചവടക്കാരെ കാര്യം പോയി. എടാ, നിന്റെ വിഷമം ഒരിക്കലും തീരത്തില്ല. നീ ഇങ്ങനെ വിഷമിക്കാതിരി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, നിന്റെ കച്ചവടമൊക്കെ ശരിയാക്കാം. അതിനൊക്കെ നല്ലൊരു വഴിയുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ. അണ്ടേ ബ്രോക്കർ വഴി എങ്ങനെയുണ്ട്? അതൊന്നും ഇല്ലടേ. ഉള്ള പിള്ളേർ മൊത്തം വല്ലവൻ്റെ കൂടെ ഒളിച്ചോടി പോകും. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലേ, ചെറുക്കന്മാരെ ഏതെങ്കിലും പെൺപിള്ളേരായിട്ട് പ്രയോജനത്തില്ല. അത് ശരി. അല്ല, നേരത്തെ അണ്ട വേറൊരു കാര്യം പറഞ്ഞല്ലോ, എനിക്കൊരു സൂപ്പർ ഗോൾ ഒപ്പിച്ചു തരാം. നല്ലൊരു ഗോളുണ്ട്. അതെന്തുകൊണ്ടാ? എടാ, അതെ, എൻ്റെ 2 മണ്ടന്മാർ കൂട്ടുകാരന്മാരുണ്ട്. അവന്മാരാണ് വൈറലാവാൻ നടക്കുക. നിന്റെ കുറെ പച്ചക്കറി ഇരിപ്പില്ലേ? അതെല്ലാം പന്നലാണ്. അതാ വേണ്ടത്. അറിയണ്ട, വേസ്റ്റ് പച്ചക്കറി അല്ലേ? അതെ. അത് നീ എടുത്തു വെക്കണം. എത്ര രൂപയുടെ ഒരു പച്ചക്കറി വേണം? എല്ലാം കൂടി ഒരു 10-300 രൂപയുടെ പച്ചക്കറി മതി. നിനക്ക് ഒരു 2000 രൂപ കിട്ടിയാൽ പൊളിക്കോ? 2000 രൂപയോ? വിഷം മേടിക്കാൻ ഇവിടെ പൈസ ഇല്ല. അണ്ണ പൊന്നാണ് അണ്ണ. എടാ, തമാശയല്ല. ഈ 300 രൂപയുടെ പച്ചക്കറി കുറച്ച് കൊള്ളാവുന്ന സംഭവം എല്ലാം എടുത്ത് വെയ്ക്കും. ആ മണ്ടന്മാരെ കൊണ്ട് ഞാൻ വരാം. എന്നിട്ടുണ്ടല്ലേ, ഈ 2000 രൂപ കൊണ്ട് ഞാൻ എടുപ്പിക്കുന്ന ആരും ഏറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, 50-50 കിട്ടുന്നത്. 50-50 ആണെങ്കിൽ ഞാനോക്കെ. 2 കിലോ 100, സവാള 2 കിലോ 100. ശശിയണ്ണം വരുന്നുണ്ട്. കൂടുള്ളതാ മണ്ടന്മാരായിരിക്കും. സവാള 2 കിലോ 100 രൂപ, സവാള 2 കിലോ 100 രൂപ, തേങ്ങ 2 കിലോ 100 രൂപ. അപ്പം ഇതുപോലുള്ള ചാരിറ്റി ചെയ്ത് നിങ്ങൾക്കും വൈറലാവാം, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാം. ഞങ്ങൾക്ക് വൈറലാവാൻ ഉദ്ദേശമൊന്നുമില്ല അല്ലേടാ. ചാരിറ്റി ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം നമസ്കാരം.